யாரும் பார்க்காமல் என்னை பார்க்கிறேன். അമ്മ വെച്ചതല്ലേ അല്ലേ? അമ്മയാണോ ചേച്ചിയാണോ വെച്ചത്? പത്തനംതിട്ട ജില്ലയിൽ മെഴുവേലി എന്ന സ്ഥലത്ത് ശ്രീ വിനോദിൻ്റെയും ശ്രീമതി അജിതയുടെയും മകൻ അനന്തു കണ്ണൻ എന്ന് എല്ലാവരും വിളിക്കും. ഇപ്പോൾ 19 വയസ്സ്. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വരെ വളരെ നല്ല രീതിയിൽ നമ്മുടെയൊക്കെ ഇടയിൽ ചുറുചുറുക്കോടെ നടന്നിരുന്ന ഒരു ചെറുപ്പക്കാരൻ. അവനും ഉണ്ടായിരുന്നു കൊച്ചു കൊച്ചു സന്തോഷങ്ങളും സ്വപ്നങ്ങളും നിറഞ്ഞൊരു ജീവിതം. ഏകദേശം 3.5 വർഷങ്ങൾക്ക് മുമ്പ് അവൻ്റെ സന്തോഷങ്ങളെയും സ്വപ്നങ്ങളെയും ഒക്കെ തട്ടിയെടുത്തുകൊണ്ടാണ് ഫിക്സ് വരികയും അത് തുടർച്ചയായതിനാൽ തലച്ചോറിനെ ബാധിക്കുകയും ചെയ്തു. ഇതുവരെ ആ കിടപ്പിൽ നിന്ന് അനന്തു മോചിതനായിട്ടില്ല. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഈ കുടുംബത്തിൻ്റെ താങ്ങും തണലും ആകേണ്ടുന്ന അനന്തു ഇപ്പോൾ പരസഹായമില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ കിടപ്പിലാണ്. സുമനസ്സുകളുടെ സഹായം കൊണ്ടും കടം വാങ്ങിയും ഇതുവരെ ഏകദേശം 65 ലക്ഷം രൂപയോളം അവൻ്റെ ചികിത്സയ്ക്കായി ചിലവായിട്ടുണ്ട്. ഇനിയും തുടർ ചികിത്സയ്ക്കായി ഏകദേശം 20 മുതൽ 30 ലക്ഷം രൂപ വരെ ആവശ്യമായി വരും. ഇപ്പോൾ ഈ കുടുംബത്തിൻ്റെ അവസ്ഥ പരിതാപകരമാണ്. അനന്തുവിന് മരുന്നുകൾ വാങ്ങുവാനോ ഫിസിയോതെറാപ്പി ചെയ്യുവാനോ ഇപ്പോൾ ഒരു മാർഗവുമില്ല. പഞ്ചായത്തിൻ്റെ സഹായത്തിൽ ഒരു പഠനമുറി പണി കഴിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ആപത്ത് ആ കുടുംബത്തിലേക്ക് കടന്നു വരുന്നത്. അച്ഛനും അമ്മയും സഹോദരിയും അമ്മൂമ്മയും അടങ്ങുന്ന ഈ കുടുംബത്തിന് ഇനിയും ചികിത്സയ്ക്കായി ഒരുപാട് പണം വേണ്ടിവരും. ശരിയായ രീതിയിൽ ചികിത്സ കിട്ടിയാൽ ജീവിതത്തിലേക്ക് അനന്തു ഉറപ്പായും തിരിച്ചു വരും. അതിനായി സുമനസ്സുകളെല്ലാവരും അവരവരാൽ കഴിയുന്ന സഹായങ്ങൾ നൽകി അനന്തുവിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാം. എല്ലാവരെയും കേൾക്കാൻ കഴിയുന്ന അനന്തുവിന് ഇനിയും എല്ലാവരോടും സംസാരിക്കാൻ കഴിയട്ടെ. ഈ കുഞ്ഞിനെ ജീവിതത്തിലേക്ക് തിരിച്ചു വിളിക്കാം. പ്രത്യാശയോടെ പ്രാർത്ഥനയോടെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാം. കരകയറ്റാം, കൈത്താങ്ങാകാം. സഹായിക്കാൻ താല്പര്യമുള്ളവർ ഈ വീഡിയോയിൽ നൽകിയിരിക്കുന്ന അക്കൗണ്ട് നമ്പറിൽ പണം നിക്ഷേപിച്ച് അനന്തുവിന് പുതുജീവൻ ഏകണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ എന്ന സ്നേഹത്തോടെ ബോൺ വോയേജ് ചാരിറ്റബിൾ ഫൗണ്ടേഷൻ.